വരൂ സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഇനി പോർവിളി കേൾക്കാം കൂടുതലായി, ഒപ്പം അടിതട കാണാം. അംഗം മുറുക്കാൻ ദേശീയ നേതാക്കളുടെ ഒഴുക്ക് കാണാം. പ്രധാനമന്ത്രിയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെയുണ്ട്. കോൺഗ്രസിന്റെയും CPM-ന്റെയും ഒക്കെ തലമുതിർന്ന നേതാക്കൾ എത്താനിരിക്കുന്നതേയുള്ളൂ. എല്ലാവരും കൂടെയാകുമ്പോൾ കേരളത്തിൽ പോരു മുറുകും. അങ്ങനെ ആളും ആരവവും ഏറി വരുമ്പോൾ വോട്ടർമാർ ആശങ്കയിലാകും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അതിനിടയിലൂടെ വോട്ട് പിടിക്കുകയാവും സ്ഥാനാർത്ഥികൾ ചെയ്യുക. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അങ്കത്തട്ടിലേക്ക്. ആദ്യം നോക്കാം വോട്ട് ചിത്രം. എന്തൊക്കെയാണ് സംഭവിച്ചത് ഇന്ന് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ? നമ്മുടെ പ്രധാനമന്ത്രിയാണെങ്കിൽ കേരളത്തെ വിട്ട് കളിക്കുന്നില്ല. ഫുൾ ടൈം കേരളത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പ്രചാരണത്തിന്റെ ഭാഗമായി പാലക്കാട്ട് അദ്ദേഹം എത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അവിടെ അരങ്ങേറുകയും ചെയ്തു. 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ 1 കിലോമീറ്റർ ദൂരമായിരുന്നു അദ്ദേഹത്തിന്റെ ഷോ. പൊന്നാനി, പാലക്കാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും മോദിക്കൊപ്പം ചേർന്നു. പ്രവർത്തകരെ ആവേശ കൊടുമുടിയിലെത്തിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ സമാപിച്ചത്. റോഡിനിരുവശത്തുമായി തടിച്ചുകൂടിയ പ്രവർത്തകർ പുഷ്പവൃഷ്ടിയോടെയാണ് പ്രധാനമന്ത്രിയെ എതിരേറ്റത്. പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ നിന്ന് അദ്ദേഹം BJP പ്രവർത്തകരെ പ്രത്യഭിവാദ്യം ചെയ്തു. പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കാളികളായി. രാവിലെ 10:30 പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിലിറങ്ങിയ പ്രധാനമന്ത്രിയെ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ N. ഹരിദാസ്, പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് 5 വിളക്കിലെത്തിയ മോദി അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നടത്തിയത്. ഏകദേശം 50,000-ലധികം പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നുവെന്ന് BJP നേതൃത്വം അവകാശപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയാണ് പാലക്കാട് നഗരത്തിൽ ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രചാരണം തുടരുന്ന NDAയ്ക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണത്തിനായി എത്തും. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്. ഈ മോദിക്കും BJPക്കും ഒക്കെ വലിയ വെപ്രാളമാണ്, പരാജയ ഭീതിയാണ്. ഇത് ഞാനല്ല പറയുന്നത്, ബിനോയ് വിശ്വമാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിങ്ങനെ കളിക്കാതെ മണിപ്പൂരിലേക്ക് പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നരേന്ദ്രമോദിയും BJPയും കനത്ത പരാജയഭീതിയിലാണ്. ആ പരാജയഭീതി മൂടിവെക്കാൻ വേണ്ടിയാണ് ഇത്രയും തിരക്കേറിയ പ്രധാനമന്ത്രി 4ാം വട്ടവും എത്തി കേരളത്തിലേക്ക്. ഇപ്പോൾ പാലക്കാട്ടും ഇലക്ഷൻ ക്യാമ്പയിൻ തീരും മുമ്പ് നരേന്ദ്രമോദി വീണ്ടും വരും കേരളത്തിൽ. ഇപ്പോൾ 4ാം വട്ടവും ഇവിടെ വന്നു പോകുന്ന ഈ മോഡിക്ക് ഒരു തവണ പോലും, അരമണിക്കൂർ പോലും എന്തുകൊണ്ടാണ് മണിപ്പൂരിലേക്ക് പോകാൻ നിരക്കിട്ടത്? ഇനി രമേശ് ചെന്നിത്തലയുടെ ഒരു കണ്ടുപിടുത്തം കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്രയും കേരളത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത്. മോദിയുടെ ഓരോ വാഗ്ദാനങ്ങളും നുണകളായിരുന്നു എന്ന് അദ്ദേഹം എണ്ണി പറയുകയാണ്. മോദിയുടെ ഭരണം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണ്. ഇന്ത്യയിൽ വർഗീയത ആളിക്കത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യമെന്നും ഒരിക്കൽ കൂടി മോദി അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും പൂർണ്ണമായി ഇല്ലാതാകുമെന്നും രമേശ് ചെന്നിത്തല ഭയക്കുന്നു. നരേന്ദ്രമോദി പറയുന്നത് കേരളത്തിൽ ഞാൻ 2 അക്കം സീറ്റുകൾ നേടുമെന്നാണ്. ജൂൺ 5-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ഒരു കാര്യം മോദിക്ക് മനസ്സിലാകും. കേരള ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ നയങ്ങളെ എതിർക്കുമെന്നും പരാജയപ്പെടുത്തുമെന്നും ബോധ്യപ്പെടുത്താൻ പോവുകയാണ്. മോദി എത്ര തവണ കേരളത്തിൽ വരുന്നു അത്രയും UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം മോദി കൂടുതൽ തവണ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ്. ഏതായാലും കോൺഗ്രസ്സുകാർ പ്രതീക്ഷിക്കുന്ന പോലെ മോദി വരട്ടെ, അവരുടെ UDFന്റെ ഭൂരിപക്ഷം വർദ്ധിക്കട്ടെ, അതാണ് അവരുടെ ആഗ്രഹം. ഇനി ഇന്നത്തെ ഒരു ചായ സൽക്കാരം വലിയ വിവാദമായി. അതിലേക്കാണ് പോകുന്നത്. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? K. കരുണാകരന്റെ ഭാര്യയുടെ സഹോദരിയുടെ വസതിയിലാണ് സുരേഷ് ഗോപി ചായ കുടിക്കാനെത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് സുരേഷ് ഗോപി പറയുകയാണ്. ഇതിന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, അതാണ് രസകരം. 3ാം സ്ഥാനത്തുള്ളയാൾ എവിടെയൊക്കെ പോകുന്നു എന്നതിൽ പ്രസക്തിയില്ല എന്ന് K. മുരളീധരൻ.
കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെ സഹോദരി സത്യഭാമയുടെ വീട്ടിലാണ് സുരേഷ് ഗോപി ചായ സൽക്കാരത്തിനെത്തിയത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കുടുംബത്തോട് വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. താൻ മുൻ SFIക്കാരനാണെന്നും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഗോപി ആശാനെ കാണുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, വോട്ടും സംസാരിച്ചിട്ടില്ല. ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുമില്ല. ഭക്ഷണത്തിന് വിളിച്ചു, വന്നു, കഴിച്ചു, പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊരു രാഷ്ട്രീയ മാനം ആരും കാണേണ്ടതില്ല. ഒരു കലാകാരന് മേലെ രാഷ്ട്രീയ ലീജിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രീയ ചായ്വ് അല്ലെങ്കിൽ അടിയുറച്ച ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുക എന്നെല്ലാം പറയുന്നത് വ്യക്തിയുടെ, എന്ത് കലാകാരനായാലും എന്ത് രാഷ്ട്രീയക്കാരനായാലും അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ ജനാധിപത്യത്തിൻ്റെ ഉത്തരവാദിത്വം. കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ പോകും. എനിക്ക് അതിനെ ഒന്നും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കാണുന്നത് എനിക്കിഷ്ടമല്ല. സന്ദർശനത്തിലൂടെ സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് 0 വോട്ടായിരിക്കുമെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ലെന്നും അതുകൊണ്ടാണ് കയറി നിരങ്ങാൻ കഴിയുന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു. എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട്. കാരണം അവിടെ ആരും അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും. അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് ചെന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചാൽ പത്മഭൂഷൺ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് അടിച്ചു. അദ്ദേഹം എവിടെ കിട്ടിയാണ് സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നും. അദ്ദേഹത്തിന് 3ാം സ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം. ആരോട് ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമില്ല എവിടെ പോകാനും വോട്ട് ചെയ്യിക്കാൻ. 3ാം സ്ഥാനം ഉറപ്പായപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് സുരേഷ് ഗോപി നടത്തുന്നതെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. വലിയ ഗ്യാരണ്ടി നൽകുന്ന നരേന്ദ്രമോദിയുണ്ട്, രാജ്യം ഭരിക്കുന്ന BJP പാർട്ടിയുണ്ട്. പക്ഷേ ഇവർക്ക് 4 മണ്ഡലങ്ങളിൽ, കേരളത്തിൽ 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പക്ഷേ അതിൽ ചില തന്ത്രങ്ങൾ BJP കാണുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഈ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുന്നത്? മറ്റു പാർട്ടികളിൽ നിന്നും വേലി ചാടി എത്തുന്നവർക്ക് പരിഗണന നൽകുന്നതിൻ്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നത് എന്നാണ് ഒരു ആക്ഷേപം. എന്തായാലും ഈ സ്ഥാനമോഹികൾക്കായി സീറ്റ് മാറ്റിവെക്കുന്നതിൽ പ്രവർത്തകരിലും അസംതൃപ്തിയുണ്ട്. മുന്നണിയിലെ മുഖ്യ പാർട്ടിയായ BJP മത്സരിക്കുന്ന എറണാകുളം, ആലത്തൂർ, കൊല്ലം, വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇനിയും പ്രഖ്യാപിക്കാനുള്ളത്. മറ്റ് പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖരെ ചൂണ്ടിയിട്ടാണ് NDAയുടെയും BJPയുടെയും കാത്തിരിപ്പ്. ഇവർ BJPയിലേക്ക് എത്തുമെന്നും ഇവർക്കായാണ് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതെന്നും ഇതിനോടകം ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ മുറുമുറുപ്പ് ശക്തമാണ്. ദീർഘകാലമായി പാർട്ടിക്കായി പ്രവർത്തിക്കുന്നവരെ തഴഞ്ഞ് സ്ഥാനമോഹികൾക്കായി സീറ്റ് മാറ്റിവെക്കുന്നതിലും ചില നേതാക്കൾക്കും അണികൾക്കും അതൃപ്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുമ്പേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായിരുന്നു പാർട്ടി തീരുമാനം. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. പത്മജ വേണുഗോപാൽ പാർട്ടിയിലെത്തിയതോടെ കൂടുതൽ പേർ ഉടൻ പാർട്ടിയിലെത്തുമെന്നും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപനം നടത്തി. പൊതുപരിപാടികളിൽ പത്മജ ഇത് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്ഥാനാർത്ഥിയാരെന്ന് പറയാതെ പ്രചാരണം നടത്തേണ്ട ഗതികേടിലാണ് അണികൾ. അതേസമയം ഇനിയും ആരെയും കാത്തിരിക്കാതെ ഉടനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. നമ്മുടെ വിശ്വപൗരൻ ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കുകയാണ്. അദ്ദേഹം പ്രചാരണത്തിൽ വളരെ മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹം സിറ്റിംഗ് MP ആണ്. എന്തായാലും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ വളരെ രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിന് നേരെ അഴിച്ചുവിടുകയാണ്. തിരുവനന്തപുരത്ത് പലതും കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും ഒരു തേങ്ങയും മാങ്ങയും നടന്നില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു. എന്താണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്? ഒരു തേങ്ങയും മാങ്ങയും ശശി തരൂർ കൊണ്ടുവന്നില്ലെന്ന്. ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യവും സങ്കടവും വരുന്നു അദ്ദേഹത്തിന്. തനിക്കിതെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും പറഞ്ഞാൽ പറഞ്ഞ് ചെയ്യുന്ന ആളാണ് താനെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഇവിടുത്തെ MP 15 കൊല്ലം മുമ്പേ പറഞ്ഞു ഞങ്ങൾ ബാർസിലോണ കൊണ്ടുവരാൻ പോകുന്നതാണ്, തേങ്ങയാണ് മാങ്ങയാണെന്ന്. ഒന്നും നടന്നിട്ടില്ല. അവിടെയും സെപ്റ്റിക് ടാങ്ക്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വള്ളത്തിൻ്റെ പ്രോബ്ലം. ഇവിടെ വന്ന പിന്നെ പൊഴിയൂർ പോയ ഇതെല്ലാം ഈ പ്രോബ്ലംസും ചാലഞ്ചസും തന്നെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഡിറ്റർമിനേഷൻ, അതിന് വേണ്ടിയിട്ടൊരു കഴിവ് ഇല്ലാത്ത ആൾക്കാർ ഇവിടെ MP ആയിട്ട് വരണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വേണ്ടതിപ്പോൾ ഒരു MP, ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്ന് ഒരു കഴിവുള്ള ആൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോയി ഇവിടെ എല്ലാം മാറ്റം കൊണ്ടുവന്ന് ജനങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്ന കേപ്പബിലിറ്റി ഉള്ള ഒരു MP ആവണമെന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ചെയ്യുന്ന ആളാണ്. ഇവിടുത്തെ ഈ ഓരോരോ പ്രോബ്ലം ഞാൻ അടുത്ത 5 കൊല്ലത്തിൽ
അവിടെ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് എൻ്റെ ഉറപ്പാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. സ്ഥാനാർത്ഥികളൊക്കെ തെരുവിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. അവർ ഈ ചൂട് സഹിക്കാൻ അപ്പുറമാണ്. അതിനപ്പുറം അവരുടെ വോട്ട് പിടുത്തം സജീവമാണ്. ഇതാ ഈ വാഹനത്തിന് പിന്നാലെ സിനിമാ താരങ്ങൾ മത്സര രംഗത്തുണ്ട്. എന്തായാലും ഈ കടുത്ത ചൂടിൽ, വെയിലിൽ സിനിമാ താരങ്ങളൊക്കെ വെയിലത്തിറങ്ങിയാൽ, നിരത്തിലിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അവരുടെ ഗ്ലാമർ പോകും എന്നതിൽ സംശയമില്ല. എന്തായാലും ഈ ഗ്ലാമർ പോകുന്നതിൽ പോട്ടെ, സുരേഷ് ഗോപിയും അല്ലെങ്കിൽ മുകേഷും ഒക്കെ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കാം. ഇതൊന്നും വകവെക്കാതെ സജീവമാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി സിനിമാ താരം M. മുകേഷ്. പ്രചാരണത്തിന്റെ 2 റൗണ്ടുകൾ ഇതിനോടകം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും കൈവിട്ട കൊല്ലം മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വം ഇത്തവണ MLA കൂടിയായ M. മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത്. MLA എന്ന നിലയിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുകേഷിന്റെ വോട്ടഭ്യർത്ഥന. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ നേരിട്ട് കണ്ട 2 റൗണ്ടുകൾ പൂർത്തിയാക്കി പ്രചാരണത്തിൽ അതിവേഗം മുന്നേറുകയാണ് മുകേഷ്. ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് 1-2 പേരൊന്നുമല്ല, ടോട്ടലായിട്ട് എതിർ പാർട്ടികളും പറയുന്നുണ്ട്. പ്രചരണമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഒരു നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത് നമ്മളുടെ സ്നേഹം കൊണ്ടാണ്. ഈ ഒരു ട്രെൻഡ് കീപ്പ് ചെയ്തോണം ലാസ്റ്റ് മൊമെൻ്റ് വരെ. ഇപ്പം ഗംഭീര ട്രെൻഡാണ്. ഇതെല്ലാം അവർ പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. നമുക്ക് നമ്മളെ വിചാരം എല്ലാവരും കണ്ട് കൈ കാണിച്ച് ഷേക്ക് ഹാൻഡ് ചെയ്ത് ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ പൾസ് അറിയണം. അവരായിട്ട് ഇങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഗംഭീരമായിട്ട് പ്രചരണമാണ്. പ്രചാരണത്തിന്റെ 3ാം റൗണ്ട് തുടങ്ങിയ മുകേഷ് വ്യാപാര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ എന്നിവിടെയെല്ലാം എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും കുടുംബയോഗങ്ങളിലും പങ്കെടുക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. MP ആയി തെരഞ്ഞെടുത്താൽ കൊല്ലത്തിന്റെ ആവശ്യം അറിഞ്ഞ് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്തിന് എന്താണോ ആവശ്യം അതിന് മുൻഗണന, അല്ലാതെ ഇവിടെ വന്ന് 26 നിലയുള്ള കെട്ടിടം അതൊന്നുമില്ല. ഇത് കൊല്ലത്തിന് ആ സമയത്തുള്ള ഗ്രീവിയൻസ് എന്താണോ മുൻപന്തിയിൽ നിൽക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ്, അതിനുവേണ്ടി പ്രവർത്തിക്കും. UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രനും തിരക്കിട്ട പ്രചാരണത്തിലാണ്. മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരമ്പരാഗത രീതികൾ ഉണ്ട്, എന്നുമെന്നും അവർ അനുവർത്തിച്ചു പോരുന്ന രീതികളുണ്ട്. ഒപ്പം പുതുവഴികൾ തേടുന്നുണ്ട് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങളിലേക്കാണ് പുതുതലമുറയിലേക്കും കന്നി വോട്ടർമാരിലേക്കും എത്താൻ ഏറ്റവും എളുപ്പമാർഗമെന്ന് അവർ കരുതുകയാണ്. ഇൻസ്റ്റഗ്രാം റീലുകൾ അടക്കി വാഴുന്ന പുസ്തകങ്ങളുടെ കവർ ചിത്രം സ്ഥാനാർത്ഥി ചിത്രമാകുന്ന പുതു ട്രെൻഡിന്റെ വോട്ട് വിശേഷങ്ങൾ ഇനി കാണാം. അകലെയേക്കാൾ അകലെയാകുന്നു, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം. 1990 എഴുതിയ N. മോഹനന്റെ കുഞ്ഞു നോവൽ. ഹൃദയഹാരിയായ നഷ്ടപ്രണയത്തിന്റെ വിങ്ങലും വെമ്പലും ഉൾക്കൊണ്ട കഥ. പുറത്തിറങ്ങി 3 പതിറ്റാണ്ടിന് ശേഷം ആ പുസ്തകം അന്ന് ജനിച്ചിട്ടില്ലാത്തവർ പോലും ഏറ്റെടുത്ത് ആഘോഷമാക്കി. പറഞ്ഞു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഥ തന്നെയാണ്. പുതിയ വോട്ടർമാരിലേക്കും അത്ര പുതിയതല്ലാത്തവരിലേക്കും സ്ഥാനാർത്ഥികൾ പഴയ ചിരിപ്പടങ്ങളായി മാത്രമല്ല എത്തുന്നത്. സാധ്യമായ എല്ലാ പ്രചരണ തന്ത്രങ്ങളും പയറ്റി വോട്ട് തേടുകയാണ് അവർ. ഇൻസ്റ്റഗ്രാം റീലുകളിൽ ഹിറ്റായ ചില പുസ്തകങ്ങളുടെ സ്വീകാര്യത തന്നെയാണ് സമൂഹ മാധ്യമ ചുമരുകളിൽ പോസ്റ്റുകളാകുന്നത്. യുവ എഴുത്തുകാരി നിംന വിജയയുടെ സ്വയം സ്നേഹിക്കാൻ പറയുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് റാമിന്റെയും ആനന്ദിയുടെയും കാത്തിരിപ്പ് കഥ പറയുന്ന റാം കെയർ ഓഫ് ആനന്ദി എന്നീ പുസ്തകങ്ങളാണ് പുതിയ കാലത്തിന്റെ വോട്ട് ചിത്രം. വടകരയിലെ KK ശൈലജയ്ക്കായും ചാലക്കുടിയിൽ C. രവീന്ദ്രനാഥിനായും ആലത്തൂരിനെ ഏറ്റവും പ്രിയപ്പെട്ട രാധേട്ടനായും ഒരിക്കൽ കൂടി ആരിഫ് എന്ന് ആലപ്പുഴയിൽ ആരിഫ് മുഹമ്മദിനായും വോട്ട് തേടുന്നു. ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഫസ്റ്റ് അടിച്ച ഇടതുപക്ഷമാണ് വൈറൽ പുസ്തക പോസ്റ്റുമായി ആദ്യമെത്തിയത്. ട്രെൻഡ് പിന്തുടരാൻ മറ്റു പാർട്ടികളും സ്ഥാനാർത്ഥികളുമുണ്ട്. മെഗാ ഹിറ്റായ സിനിമകളും പോസ്റ്ററുകളായി എത്തിയിട്ടുണ്ട്. കൊല്ലത്ത് NK പ്രേമചന്ദ്രനായി പ്രേമലുവും പ്രേമയുഗവും പോസ്റ്റുകളായി. വോട്ട് വഴിക്കായി ക്ലിക്കാവുന്ന ഹിറ്റടിക്കുന്ന വഴികളെല്ലാം തേടുകയാണ് സ്ഥാനാർത്ഥികൾ. കത്തുന്ന വേനൽ ചൂടിലും ആകെ മൊത്തം കളറാണ് പ്രചാരണം.
വോട്ട് തേടാൻ മാറി ചിന്തിച്ചു തുടങ്ങിയ സ്ഥാനാർത്ഥികളും ഒരു പ്രതീക്ഷയാണ്. ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു അയാളുടെ പ്രണയം. ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു അയാളുടെ ഇഷ്ടം. മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്ക്. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇനി ചരിത്രത്തിന്റെ താളുകളിൽ നിറം മങ്ങാതെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് സംഭവങ്ങളിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കാണാം. ചരിത്ര സ്പന്ദനം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ ഇ കെ നയനാരെ 28,000-ലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ 5ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് നടത്തിയത്. KSU സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെയാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലെ അധികായനായ നായനാരെ മുട്ടുകുത്തിച്ചത്. കേരളത്തിന്റെ ഏറ്റവും വടക്ക്, സപ്തഭാഷാ സംഗമഭൂമി, ചന്ദ്രഗിരി പാലത്തിനപ്പുറം കർണാടകയോട് അതിർത്തി പങ്കിടുന്ന മഞ്ചേശ്വരവും കാസർഗോഡും, ഇപ്പുറം ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയതാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ലോക്സഭാ മണ്ഡലം പിറന്നത് ഐക്യ കേരളം ഉണ്ടായതിന്റെ തൊട്ടടുത്ത വർഷം 1957, അതായത് 2ാമത്തെ പൊതു തെരഞ്ഞെടുപ്പ്. മണ്ഡല രൂപീകരണ ശേഷം നടന്ന 16 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 3 തവണയൊഴിച്ച് ഇടതിനൊപ്പമായിരുന്നു കാസർഗോഡ്. 3 തവണ മാത്രമാണ് കോൺഗ്രസിന് ജയം രുചിക്കാനായത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം തുടങ്ങുന്നത് AKGയിൽ നിന്നാണ്. സ്വതന്ത്രനായി മത്സരിച്ച B. അച്യുതശേനായിയെ 5145 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ച് AK ഗോപാലൻ കാസർഗോഡിന്റെ ആദ്യ MP ആയി. 1962 CPI സ്ഥാനാർത്ഥിയായി AKG തന്നെ മത്സരിച്ചു. 83,363 വോട്ടിലേക്ക് ലീഡ് ഉയർത്തി AKG വീണ്ടും കാസർഗോഡിന്റെ MP ആയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന ശേഷം നടന്ന 1967 പൊതുതെരഞ്ഞെടുപ്പിലും AKG തന്നെ കാസർഗോഡ് ഇടതിന്റെ സ്ഥാനാർത്ഥിയായി. CPM അതൊരു അഭിമാന പോരാട്ടമായിരുന്നു. CPIM ടിക്കറ്റിൽ മത്സരിച്ച AKGക്ക് 1,00,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി കാസർഗോഡ് ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെന്നുറപ്പിച്ചു. മണ്ഡല ചരിത്രത്തിൽ ഇന്നേ വരെ തകർക്കാനാവാത്ത ഭൂരിപക്ഷമായിരുന്നു അത്. 1957 മുതൽ 1971 വരെ കാസർഗോഡിനെ ആർക്കും തകർക്കാനാവാത്ത ചെങ്കോട്ടയാക്കി മാറ്റി AKG. 1972 പക്ഷേ ആ കമ്മ്യൂണിസ്റ്റ് കോട്ട ഒരു KSUക്കാരൻ പൊളിച്ചു. ഇന്നത്തെ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ മന്ത്രിയുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരുന്നു അത്. അന്ന് KSU സംസ്ഥാന അധ്യക്ഷനായിരുന്നു കടന്നപ്പള്ളി. AKG മാറിയ ഒഴിവിലേക്കന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സാക്ഷാൽ EK നായനാർ. നായനാരെ തോൽപ്പിച്ചാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ചെറുപ്പക്കാരൻ അന്ന് ഇടതുകോട്ട തകർത്തത്. 28,404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കടന്നപ്പള്ളിയുടെ കന്നിജയം. 1977 പൊതു തെരഞ്ഞെടുപ്പിലും കടന്നപ്പള്ളി തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. CPIMന്റെ M. രാമണ്ണറയ്യെ ആയിരുന്നു കടന്നപ്പള്ളി തോൽപ്പിച്ചത്. പക്ഷേ ഭൂരിപക്ഷം 5042 കുറയ്ക്കാൻ രാമണ്ണറയ്ക്കായി. അടിയന്തരാവസ്ഥയെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് ഇന്നത്തെ കോൺഗ്രസ് എസിലൂടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇടതുപാളയത്തിലെത്തിയെങ്കിലും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അട്ടിമറികളിലെന്നും ഓർമ്മിക്കുന്നതാണ് സാക്ഷാൽ EK നായനാർക്ക് കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന വിദ്യാർത്ഥി നേതാവിനോടേറ്റ തോൽവി. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി പഞ്ച് ഡയലോഗിലേക്കാണ് പോകുന്നത്. ധൈര്യമുള്ളവർ മാത്രം കേൾക്കുക. നമ്മുടെ MM മണിയാണ് പഞ്ച് ഡയലോഗുമായി എത്തുന്നത്. വ്യക്തി അധിക്ഷേപം അദ്ദേഹത്തിന് സ്ഥിരം ഒരു പരിപാടിയാണ്. അത് വീണ്ടും പുറത്തെടുത്തിരിക്കുന്നു അദ്ദേഹം. ഡീൻ കുര്യാക്കോസാണ് ഇര. ഒപ്പം PJ കുര്യനെയും ആക്ഷേപിക്കുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് ഷണ്ടനെന്നും ഷണ്ടന്മാരെ ജയിപ്പിച്ചു കളഞ്ഞാൽ അനുഭവിക്കുമെന്നും അധിക്ഷേപമാണ്. PJ കുര്യൻ പെണ്ണുപിടിയനെന്നും വിമർശിക്കുന്നു. ഇടുക്കി തൂക്കുപാലത്ത് നടന്ന പാർട്ടി പരിപാടിയിലായിരുന്നു മണിയുടെ വിവാദ പ്രസംഗം. അവിടെയൊക്കെ പൂശി ഒരു ആളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ? ചത്തതിലൊക്കെ ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി? പാർലമെന്റ് ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂശി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ഷണ്ടന്മാരുടെ ഏൽപ്പിച്ചോ? കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. അതിന് മുമ്പുണ്ട് PJ കുര്യൻ നേരെ പടിയായിരുന്നു പെണ്ണുപിടി. എന്തെല്ലാം കേസാണ് ഉണ്ടായത്? എല്ലാം നമ്മൾ മറന്നോ? ഒക്കെ മറന്നു ആളുകൾ.
ഇതാണ് മണിയാശാൻ. ഇങ്ങനെയൊക്കെ പറയൂ. ചെവി തുറന്നു വെച്ചാൽ ചെവി അടയ്ക്കാൻ തോന്നും. ചെവി തുറന്നു വെച്ച് കേൾക്കേണ്ടവർക്ക് കേൾക്കാം. അതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ. നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം. ഇനി സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഓർമ്മയിലെ വോട്ട്. നമ്മുടെ പ്രിയപ്പെട്ട സാനുമാഷാണ് ഈ ഒരു സെഗ്മെന്റിൽ നമ്മോടൊപ്പം ചേരുന്നത്. സാനുമാഷ്, ആദ്യമായി വോട്ട് ചെയ്ത കാര്യം, അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ടോർമ്മകൾ കേൾക്കാം അദ്ദേഹത്തെ. വോട്ടിങ്ങിൻ്റെ സമ്പ്രദായത്തിലുള്ള മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഓപ്പൺ വോട്ടാണ്. ഒരാൾക്ക് സ്വാധീനിക്കാം, കാശ് കൊടുക്കാം, വേറെ കൊണ്ടുവരും, ഞാൻ ഇന്ന അടയാളത്തിൽ ഇന്ന ഒരാൾ വോട്ട് ചെയ്യുന്നത് ഇന്ന ആൾക്കാണ് എന്ന് പറയും, അത് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സ്ഥലത്തുള്ള പ്രമാണികമായതനുസരിച്ച് സ്ഥാനാർത്ഥി ജയിക്കും. ഇതായിരുന്നു ആദ്യം. പിന്നീടാണ് അതൊക്കെ സീക്രട്ട് വന്നത്. രഹസ്യ സമ്പ്രദായം വന്നപ്പോൾ അല്പം കൂടി മാറ്റം സംഭവിച്ചു. പിന്നീടാണ് ഈ സിമ്പൽ വരുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരുന്നു. ഇപ്പം കൂടെ താരതമ്യേന രഹസ്യമാണ് വോട്ട് മുഴുവൻ ചെയ്യാൻ സാധിക്കും. പ്രായപൂർത്തിയായപ്പോഴാണ് ആദ്യത്തെ വോട്ട് ചെയ്തത്. അന്ന് 18 വയസ്സ്, 20-21 ആണ്. അപ്പോൾ പക്ഷേ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് കൊണ്ടുവരും. ഒരു നാട്ടുപ്രമാണി മുൻപിൽ നിൽക്കും, അവർ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യും. അക്ഷരാഭ്യാസമുള്ളവരും ഇല്ലയെന്ന് പറയും. അപ്പോൾ പോളിംഗ് ഓഫീസറോട് പറയും പിന്നെ ആൾക്ക് വോട്ട് ചെയ്യണം, ആളാണെന്ന് പറയുന്നത്. പിന്നീടാണ് ആൾ മാറി അടയാളമാകുന്നത്. ഈ മാറ്റം ഞങ്ങളുടേതാണ്. കൂടുതൽ രഹസ്യാത്മകമായി വന്നുകൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി ഇല്ല, ടി വിയുടെ സ്വാധീനമില്ല. ഇന്നത്തേതുപോലെ മറ്റ് മൊബൈൽ സാധനങ്ങളില്ല. അവിടെ 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, എന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. നേരത്തെ പരിചയപ്പെടുത്തണം, ആരാണ് MK സാനുമാഷെന്ന് ചോദിച്ചാൽ അറിയും. കാരണം ആര് മേച്ചിങ് വിളിച്ചാലും ഞാൻ പോകുമായിരുന്നു കൊണ്ട്. പക്ഷേ എനിക്ക് ഉദ്ദേശിച്ചില്ലായിരുന്നു. ഈ വൈമനസ്യമായിരുന്നു. പക്ഷേ EMS വിളിച്ച് വളരെ കാര്യമായി സംസാരിച്ചു. തത്വാധിഷ്ഠിത രാഷ്ട്രീയമാണ്, സമുദായവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മൾ സഹകരിക്കില്ല എന്നങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ ആൾ ഒരുപാട് കൂടും. ഓരോ സ്ഥലത്തും ഒരു സ്ഥലത്ത് ചെയ്ത പ്രസംഗം വരാൻ മറ്റൊരു സ്ഥലത്ത് ചെയ്യുക. അത് സാഹിത്യവും ഇതൊക്കെ വരും. എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ന ആദർശമാണ്, ഇന്ന രാഷ്ട്രീയ വീക്ഷണമാണ്, അതിന് വോട്ട് ചെയ്യണം, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ നിയോജകമണ്ഡലം മുഴുവൻ നടന്ന്. അപ്പോൾ പതുക്കെ ആൾ കേൾക്കാൻ ആൾ കൂടി ഒരു സ്ഥലത്ത് കേട്ടിട്ട് ഒരു സ്ഥലത്തും വരും. പിള്ളേർക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ഈ സ്കൂൾ കുട്ടികൾ അവരെല്ലാം എൻ്റെ പിന്നാലെ കൂടുമായിരുന്നു. അങ്ങനെ അതാണ് നല്ലൊരു അളവോളം എന്നെ സഹായിച്ചത്. എന്തായാലും സാനുമാഷിന്റെ കഥ കേട്ടിരിക്കാൻ വളരെ രസമാണ്. കഥയല്ല, ഇതൊക്കെ ആയിരുന്നു പഴയ കാലത്തെ വോട്ടും തെരഞ്ഞെടുപ്പും ഒക്കെ. നമുക്കറിയാം, നാട്ടുവഴികളും നഗരവീഥികളിലും ഒക്കെ വലിയ ചർച്ച നടക്കുകയാണ്. ജനങ്ങൾ തെരഞ്ഞെടുപ്പ് മാത്രം ചർച്ച ചെയ്യുന്നു. പല കാര്യങ്ങളും മാറ്റിവെച്ചാണ് ഈ ചർച്ച. നാട് പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, അതുപോലെ പന്ന്യൻ രവീന്ദ്രൻ. ഏത് മണ്ഡലമാണ്? തിരുവനന്തപുരം. അവിടുത്തെ ജനങ്ങൾ എന്തു പറയുന്നു? കേൾക്കാം. മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ തെരഞ്ഞെടുപ്പ് ചൂടിലും അതിന്റെ ആവേശത്തിലും ഒക്കെയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആരായിരിക്കും ഇത്തവണ വിജയക്കൊടി പാറിക്കുക എന്ന് മണ്ഡലത്തിലെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ശശി തരൂരല്ലാതെ ഒരു മനുഷ്യൻ ജയിക്കില്ല, അത് നോക്കാൻ വേണ്ട. BJP ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ശശി തരൂർ പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെയാണ്. അടുത്ത മത്സരമായിരിക്കും. പറയാൻ ഒക്കില്ല. ശശി തരൂരിനാണ് ചാൻസ് കൂടുതലുള്ളത്. വിദ്യാഭ്യാസ മേഖല വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാണ് ചാൻസ് കൂടുതലുള്ളത്. ഇപ്പോൾ അടുപ്പിച്ചിപ്പോൾ 2 പ്രാവശ്യം ജയിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പറയാൻ പറ്റില്ല. അത് ശശി തരൂര് കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കും. പ്രവർത്തനത്തിൽ വളരെ മോശമായിരുന്നു കഴിഞ്ഞ 5 വർഷം. ഒന്നി രാജീവ് ചന്ദ്രശേഖറും അല്ലെങ്കിൽ ശശി തരൂർ. ഇവർ തങ്ങളില്ല. പന്ന്യൻ രവീന്ദ്രന് ഇത്തിരി കുറവാണ്. നമ്മളവിടെ നിന്ന് ജയിച്ച് ഒരു ദിവസം എന്നെങ്കിലും 5 വർഷമായി ഇതുവരെ അന്ന് അതിൻ്റെ കൂടെ വന്നിട്ടില്ലല്ലോ. പിന്നെ ഇവനാണ് എല്ലാവരും അങ്ങനെ തന്നെ പറയണം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് UDF ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം പ്രത്യേകതയുണ്ട്. ശശി തരൂരിൻ്റെ അതേ വേവിലൊന്നുള്ള ഒരു മനുഷ്യനാണ് BJP ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖർ. നല്ല കാലിബറുള്ള ഒരാളുമാണ്. അപ്പം ഇപ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പം ഈ ശശി തരൂരിന് കിട്ടുന്ന കുറേ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് പോകും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത് എൽ ഡി എഫിനാണ് ബെനിഫിറ്റ് വരുന്നത്. ബിക്കോസ് ശശി തരൂരിന് കിട്ടിക്കൊണ്ടിരുന്ന കുറേ നിഷ്പക്ഷമായ വോട്ടുകളുണ്ട്, അത് സ്പ്ലിറ്റ് ആവും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഉള്ള സ്ഥിതിക്ക്
കളി മാറും. ജോഡിഞ്ച് പോരാട്ടമായിരിക്കും. അത് പറയാൻ പറ്റില്ല, എന്തായാലും അന്നൊന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ. വികസന പ്രവർത്തനം 5 വർഷം മോശമായിരുന്നു, മുൻകാലങ്ങളിൽ നല്ല പ്രവർത്തനം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ജയിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പലതും ചെയ്യാൻ പറ്റും. കാരണം കേന്ദ്രം വീണ്ടും BJP തന്നെ ഭരിക്കുമെന്നുള്ള ഉറപ്പാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് വളരെയധികം കാര്യങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ചെയ്യാൻ കഴിയും. ത്രികോണ മത്സരം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടാവോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്? തീർച്ചയായിട്ടും ത്രികോണ മത്സരമാണ്. പക്ഷേ കഴിഞ്ഞ 2-3 തവണയായിട്ട് ഡോക്ടർ ശശി തരൂരാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ മത്സരം കുറച്ചുകൂടി ടഫാണെന്ന് എനിക്ക് തോന്നുന്നു. BJPയുടെ കാൻഡിഡേറ്റ് കുറച്ചുകൂടി ശക്തനായ ഒരു കാൻഡിഡേറ്റ് ആയത് കാരണം ഇനി അത് അവസാനത്തെ സ്റ്റേജിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തിരിഞ്ഞു മറിയാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ശശി തരൂർ ജയിക്കുമെന്നാണ്. എന്നാലും വോട്ട് കുറഞ്ഞാലും ശശി തരൂരിനാണ് സാധ്യത. ഉറപ്പ് തന്നെ. ഇപ്പോൾ ചാൻസ് ചെയ്യാൻ നോക്കിയിട്ട് ശശി തരൂരിനാണ്. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്, വളരെ കാൽക്കുലേറ്റീവ് ആണ്. വോട്ട് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് സ്റ്റഡി ചെയ്തേ ചെയ്യത്തുള്ളൂ. ഒരു ഔട്ട്സൈഡ് ഫോഴ്സിനൊന്നും ഇവിടെ കേരളത്തിലെ സമുദായരെ ക്യാൻവസ് ചെയ്യാൻ പറ്റില്ല. ഒരു തരംഗം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മത്സരം അല്പം ടഫാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വൻഭൂരിപക്ഷത്തോടെ ജയിക്കും. രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന് ഒത്ത എതിരാളിയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇടതുപക്ഷവും കോൺഗ്രസുമായിട്ടായിരിക്കും മുഖ്യ മത്സരമെന്നാണ്. BJP ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥിയും ഇതേപോലെ ശശി തരൂരുമായിട്ടുള്ള ഒരേ വേവിലെന്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ആ വോട്ട് സ്പ്ലിറ്റ് ആകുമ്പം നേട്ടം വരുന്നത് LDFനായിരിക്കും. അത് ഉണ്ടാവും. അത് തന്നെയാണ് തൃശ്ശൂരും വരാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി അവർ എന്തോ ഒരു ലക്ഷ്യം, അവർക്കിപ്പോൾ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്നായിരിക്കും ലക്ഷ്യം. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുകയാണ് എങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. കാരണം പല പ്രാവശ്യം ജയിച്ച ഈ ശശി തരൂരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ അല്ല, പക്ഷേ ചെയ്യാൻ കഴിയും. നമ്മുടെ വ്യവസ്ഥിതി അങ്ങനെയാണ്. അദ്ദേഹത്തിന് കുറേ ഹൈമാസ്ക് ലൈറ്റൊക്കെ വയ്ക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങൾ പ്രതികരിക്കുകയായിരുന്നു. വളരെ ലോജിക്കായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രിയാണ് ആ പ്രതികരണങ്ങൾ തേടിയത്. സൂര്യഗായത്രിക്കും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായി മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഈ അങ്കത്തട്ട് ഇവിടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അങ്കത്തട്ട് തുറക്കും.